ഫെബ്രുവരി 10 സമരം തുടങ്ങി. അതിനുശേഷം എന്തൊക്കെ കണ്ടു? എന്തൊക്കെ വൃത്തികേടുകൾ ആശമാർ കേട്ടു? എന്തൊക്കെ അസഭ്യങ്ങൾ കേട്ടു? സാംക്രമിക രോഗം പറഞ്ഞ കീടനാശിനി കീടങ്ങൾ, ഈ പറയുന്ന എന്താണ് സുരേഷ് ഗോപിയുടെ കൊടയുമ്മയും, ഇതൊക്കെ പറയുന്ന ഏതെങ്കിലും നാലാംകിട സൈബർ കടന്നലുകളല്ല. CPM പ്രധാനപ്പെട്ട നേതാക്കളാണ്. അതിനുശേഷം രാജ്യചരിത്രത്തിൽ ആദ്യമായി ഒരു തൊഴിലാളി സമരം വിരുദ്ധം ഒരു സമരം പൊളിക്കാൻ മറ്റൊരു തൊഴിലാളി സംഘടന എന്ന് പറയുന്ന CITU രംഗത്തിറങ്ങുന്ന ദയനീയമായ ഒരു പരിഹാസ്യമായ കാഴ്ച നമ്മൾ കണ്ടു. ആ സമരം പല രൂപത്തിൽ കണ്ടു. ഇന്നിപ്പോൾ 256 ദിവസം. എന്തിനു വേണ്ടിയാണ്? കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും കൂട്ടിത്ത എന്ന് പറഞ്ഞ സമരം എന്തിനു വേണ്ടിയാണ് ഇത്രയധികം പിടിവാശി? ഏറ്റവും ഒടുവിൽ അവിടെ സമരം കൈവിട്ടു പോകുമെന്ന് കാണുമ്പോൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്കുമെന്ന് അറിയുമ്പോഴേക്ക് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. എന്തിനാണ് ഈ പിടിവാശി? അടിസ്ഥാനവർഗമെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ, ഡോക്ടർ ബി ജയരാജ്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടുന്നത് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണോ കേരളത്തിൻ്റെ പദ്ധതിയാണോ എന്നുള്ളതാണ്. ഇത് NHM എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. കേന്ദ്രത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള JP നദ്ദ അസന്നിഗ്ധമായി പാർലമെൻറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ അവർക്ക് എല്ലാം കൂടെ ഓരോ ഇൻസെൻറ്റീവ് ബേസിൽ കൊടുക്കുന്നത് 2000 രൂപയ്ക്ക് അകത്താണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം പൾസ് പോളിയോക്ക് ഇരുന്നാൽ കിട്ടുന്ന 75 രൂപയാണ്. അങ്ങനെ ഓരോ എത്ര വീടുകളിൽ കയറിയാൽ ചിലപ്പം കുറച്ചധികം പൈസ കുറച്ചധികം BPL കുടുംബങ്ങളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളുള്ള സ്ഥലങ്ങളിലുള്ള ആശാവർക്കർമാർക്ക് കിട്ടും. പക്ഷേ മറ്റെല്ലാ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നതിനേക്കാളും ഈവൻ കർണാടക ആയിക്കോട്ടെ ഗുജറാത്ത് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ. 100 രൂപ നമ്മൾ അവകാശപ്പെടുന്നതല്ല. ഏറ്റവും കൂടുതൽ അവർ പറയുന്നത് എന്താണ്? 233 പറയുന്നത് ഒരു 100 രൂപ വിഷയമെങ്കിൽ 100 രൂപ കൂട്ടിക്കൊടുത്താൽ ഒത്തുതീർപ്പാവുന്ന ഒരു സമരമായിരുന്നെങ്കിൽ എന്നേ ഒത്തുതീർപ്പായനെ. ഇത് സമരം എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇല്ല 100 രൂപ കൊടുക്കില്ല എന്ന പിടിവാശിയിൽ ദുർവാശിയിൽ നിൽക്കലല്ലേ സർക്കാർ. തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് കോർപ്പറേറ്റ് സ്പോൺസേർഡ് സമരം എന്ന് തന്നെ ഞാൻ പറയൂ. കാര്യം കൃത്യമായിട്ട് കോർപ്പറേറ്റ് സ്പോൺസേർഡ് സമരമാണ്. അതിനോടൊപ്പം കുറേ ചാനലുകളും പിന്നെ അതിനോടൊപ്പം തന്നെ BJP, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ, ഇതിനകത്ത് ജമാഅത്ത് ഇസ്ലാമി, SDPI പോലുള്ള കക്ഷികൾ, ഇവരെല്ലാവരും ഇതിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഫണ്ടിങ് വരുന്നുണ്ട്. ആ കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും നാൾ സമരം നടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CITU ഇവരുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സമരങ്ങൾ എല്ലാം നടത്താറുണ്ട്. കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങൾ. ഇത് ഒരു വിഭാഗം നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി കോർപ്പറേറ്റ് ഫണ്ട് ഇല്ലാതെ ഇത്ര ദിവസം സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെ ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് ആ സമരത്തിന്റെ വീര്യം അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് ആ സമരത്തിന്റെ ചൂടറിയാത്തതുകൊണ്ടാണ്. അരപ്പട്ടണിക്കാരൻ ജീവിക്കാൻ വേണ്ടി നടന്ന സമരത്തിന്റെ ചൂടും അറിയാത്തതുകൊണ്ടാണ്. അതിന് പണം കിട്ടിയിട്ടാണ് സംശയം ഉണ്ടാവുന്നത്. ജയരാജ്, എന്നിട്ട് ജീപ്പിന്റെ അടിയിൽ കയറി കിടന്നിട്ട് ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുക. അതിനെ ഇക്വേറ്റ് ചെയ്യുന്ന എന്തായിട്ടാണ്? തിയാനൻമെൻ സ്ക്വയറിലെ വിദ്യാർത്ഥികളുടെ പുറത്ത് കയറ്റി ഇറക്കിയ ഒരു ഭരണകൂടത്തിൻ്റെ സമരത്തിനോടാണ് ജിൻഡോ ജോണൊക്കെ ജിൻഡോ ജോൺ ഇങ്ങനെയൊക്കെ ഉപമിച്ച് കളയുന്നത്? ഇതൊക്കെ ഏത് തരത്തിലുള്ള ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തിയാനൻമെൻ സ്ക്വയറാണോ ഇന്നത്തെ സമരം? ആരുടെ ദേഹത്തോടാണ് ജീപ്പ് കയറ്റി ഇറക്കിയത്? എല്ലാവരും TV കണ്ടുകൊണ്ടിരുന്നതല്ലേ. എന്താണ് അവിടെ നടന്നതെന്ന്, എങ്ങനെയാണ് അവരുടെ മൈക്ക് പിടിച്ച അവർ ജീപ്പിന്റെ മുന്നിൽ ചാടിയതാണോ, ജീപ്പിന്റെ അടിയിൽ കയറി ഇരുന്നതാണോ എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ടുള്ള റെക്കോർഡിങ്ങുകൾ നാളെ വരുമല്ലോ. അന്നേരം നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്തായാലും ഈ സമരം സ്പോൺസേർഡ് ആണ്. ഇതിന് കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പ് ഉണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. ഇത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സമരമാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഈ സമരം എന്ന് പറയുന്ന രീതിയിൽ. എല്ലാ സമരങ്ങളും അങ്ങനെ വിജയിക്കാറൊന്നുമില്ല ലക്ഷ്മി. പരാജയപ്പെട്ട സമരങ്ങൾ ഒരുപാട് കേരളം കണ്ടിട്ടുണ്ട്. എല്ലാ സമരങ്ങളും അങ്ങനെ വിജയിക്കാറൊന്നുമില്ല. ഒരു 100 രൂപ കൂട്ടിക്കൊടുത്താൽ തീരുന്ന ഒരു സമരം. 100 രൂപ കൂട്ടിക്കൊടുക്കാനുള്ള ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കുന്ന പിടിവാശിയിൽ ഉന്നയിക്കുന്ന അധിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? വീണ്ടും അതാണ് താങ്കളടക്കം ഉന്നയിക്കുന്ന അധിക്ഷേപങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ബി ജയരാജ്? ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കാനുള്ള പിടിവാശിയിൽ ബാക്കി എല്ലാത്തിനും സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടല്ലോ. സർക്കാർ ആഘോഷിക്കാൻ കോടികളുടെ പണമുണ്ടല്ലോ അല്ലേ? ഇവർക്കൊരു 100 രൂപ 26,000 ചെല്ലുവാനും ആശമാർക്ക് ഒരു 100 രൂപ ദിവസവേതനം കൂട്ടിക്കൊടുക്കാൻ അടിസ്ഥാനവർഗ സർക്കാരിൽ പണമില്ല. എന്നിട്ട് പറയുമ്പോഴേക്കും കോർപ്പറേറ്റ് ജമാഅത്ത് ഇസ്ലാമി, SDP, ഇപ്പൊ RS പറയുന്നത് എന്താണെന്ന് അറിയില്ല. സാധാരണ RS ജമാഅത്ത് ഇസ്ലാമി എന്നാ പറയാറ്. ഇപ്പൊ RS വരില്ല. ചാപ്പയ്ക്കകത്ത് ജമാഅത്ത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. എന്താണെന്ന് അറിയില്ല. താങ്കൾ പറഞ്ഞപ്പോ നേരത്തെ പാർട്ടി സെക്രട്ടറിയും ഇപ്പൊ RS ഒഴിവാക്കാറാണ് പതിവ്. സ്പോൺസേർഡ് ആണല്ലോ. RSSന്റെ ലോക്കൽ സ്പോൺസർഷിപ്പ് ഉണ്ടല്ലോ. ഇതിനകത്ത് കോർപ്പറേറ്റ് ശക്തികളെല്ലാം കൂടെ ഒന്നിക്കുന്നുണ്ടല്ലോ. ഈ സമരത്തിന്റെ പേരിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ ഇത്രയും നാൾ സമരം ഇല്ലാതിരുന്ന എല്ലാ ജില്ലകളിലും പോയി ഒരു പ്രചരണം നടത്തുമെന്ന് പറഞ്ഞു. എല്ലാ ജില്ലകളിലും പോയി. ഇലക്ഷൻ എടുത്തല്ലോ. എല്ലാ ജില്ലകളിലും പോയി. കാണുന്നില്ലല്ലോ. പ്രചരണം നടത്തി. ക്ലിഫ് ഹൗസിലോട്ട് കൃത്യമായിട്ട് ടൈം പ്ലാൻ ചെയ്തിട്ട് നടത്തിയ ഒരു സമരം ലോഞ്ച് ചെയ്തിട്ട്
ഇത്തരം സമരാഭാസങ്ങളെ, അങ്ങനെ തന്നെ പറയും, ഇത്തരം സമരാഭാസങ്ങളെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചേ സ്ത്രീകളെ അവരെ സമരാഭാസങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇക്കാലം അത്രയും കമാന്ന് മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി പൊടുന്നനെ 3 ദിവസത്തിനുള്ള അപ്പോയിന്റ്മെന്റ് കൊടുത്ത് എന്തിനാ? സമരാഭാസത്തെ പേടിയുണ്ട്. ഇവരുടെ ലീഡർഷിപ്പിന്റെ ധാരണയും 3 ദിവസം ചർച്ചയ്ക്ക് വിളിക്കാവുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഉറപ്പ് എന്തുകൊണ്ടാ? ഇതിനകത്ത് സമരാഭാസത്തെ ഭയക്കുന്നു സർക്കാർ? തെരഞ്ഞെടുപ്പ് വരുന്നേ കുറെ ആളുകളെ വഴിതെറ്റിച്ച് കൊണ്ടുവരുന്നു. അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവും ശേഷി ക്ഷേമുഷിയുള്ള പ്രസ്ഥാനമൊക്കെയാണ് CIT ഒക്കെ. അവരത് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെല്ലാം കൂടെ വരികയും ചെയ്യും. കുറച്ച് പാവം സ്ത്രീകളുടെ സമരം പൊളിക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടമാണ് CIT എന്ന് പറയുന്നത്. സ്പോൺസർഷിപ്പ് ഉണ്ട്. കുറച്ച് പാവം സ്ത്രീകളുടെ സമരം പൊളിക്കാൻ ഇറങ്ങിയ രാജ്യ ചരിത്രത്തിലെ ആദ്യത്തെ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ പേരാ CIT. എത്ര പേരാണ് ഇവരുടെ കൂടെ ഉള്ളത്? എത്ര പേരാണ് ആശാ വർക്കർമാർ സമരം പൊളിക്കാൻ ബദൽ സമരമായി ഇറങ്ങി CIT? അതിൽ പരം ഒരു നാണക്കേട് തൊഴിലാളി സംഘടനയ്ക്ക് പറ്റാനുണ്ടോ? കേരളത്തിലെ ആശാ വർക്കർമാരിൽ എത്ര പേരുടെ പിന്തുണയാണ് ഇവർക്കുള്ളത്? ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പിന്തുണ മാത്രമേ ഉള്ളൂ. അത് ജീപ്പിനടിയിൽ കയറി ഇരിക്കുകയാണോ? പിന്തുണ മാത്രമേ ഉള്ളൂ. അത് ജീപ്പിനടിയിൽ കയറി ഇരിക്കുകയാണോ? ഇരുന്ന പ്രവർത്തകർക്ക് നേരെ ജീപ്പ് പിടിക്കാമെന്നാണോ ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഓക്കെ, ഈ പറയുന്നത് ഇത് സ്പോൺസേർഡ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.